ഹായ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന എൻക്ലെക്സാറൻ ടോപ്പിക് എന്ന് പറയുന്നത് ബെൽസ് പാൽസിയാണ്. എന്താണ് ബെൽസ് പാൽസി? ബെൽസ് പാൽസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൻ്റെ ഒരു സൈഡിൽ സഡൻ ആയിട്ടുണ്ടാകുന്ന ടെമ്പററി പാരാലിസിസ് ആണ്. ഇതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 7th ക്രേനിയൽ നെർവ് ആയിട്ടുള്ള ഫേഷ്യൽ നെർവിന് എന്തെങ്കിലും കംപ്രഷൻസോ ഇൻഫ്ലമേഷനോ ഒക്കെ വരുന്നതാണ്. അടുത്തതായിട്ട് എങ്ങനെയാണ് ബെൽസ് പാൽസി വരുന്നതെന്ന് നോക്കാം. ആക്ച്വലി ഇതിൻ്റെ റീസൺ അൺനോൺ ആണ്. ഹെർപ്പിസ് സോസ്റ്റർ അതുപോലെ തന്നെ വാരിസെല്ല സോസ്റ്റർ പോലെയുള്ള വൈറൽ ഇൻഫെക്ഷൻസ് ഒരു കാരണമാണ്. അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉള്ളവരിലും അതുപോലെ തന്നെ ഡയബറ്റീസ്, ലോക്കൽ ട്രോമ, ഇതെല്ലാം ഈ ഒരു കണ്ടീഷനിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അടുത്തതായിട്ട് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനിൽ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, യൂണിലാറ്ററൽ ആയിട്ടുള്ള ഫേഷ്യൽ പാരാലിസിസ് ആണ് ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ആ അഫക്റ്റഡ് ഏരിയയിലുള്ള ഐസ് ക്ലോസ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കില്ല. അടുത്തതായിട്ട് ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിലെ ഫോർഹെഡിലെ റിങ്കിൾസ് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതെയാകുന്നു. ഈ ഒരു ഫീച്ചർ ആണ് ബെൽസ് പാൽസിനെ CVA-യിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഫീച്ചർ എന്ന് പറയുന്നത് ഡ്രൂപ്പിംഗ് ഓഫ് ദ മൗത്ത് ആണ്. അതുപോലെ തന്നെ ടങ്ങിന്റെ ആന്റീരിയർ പോർഷനിൽ ടേസ്റ്റ് നഷ്ടപ്പെടുന്നത് ഇതിന്റെ ഒരു കോമൺ സിംറ്റം ആണ്. അടുത്തതായിട്ട് ബെൽസ് പാൽസി എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ വഴിയാണ് ബെൽസ് പാൽസി നമ്മൾ ഡയഗ്നോസ് ചെയ്യുക. അതിനുവേണ്ടി ഫിസിക്കൽ എക്സാമിനേഷൻ യൂസ് ചെയ്യാറുണ്ട്. അതുകൂടാതെ ബ്രെയിനിന്റെ ഇൻവോൾവ്മെന്റ് അറിയാനായിട്ട് MRI അല്ലെങ്കിൽ CT ചെയ്ത് നോക്കാറുണ്ട്. പിന്നെ നമ്മൾ കണ്ടു ഫേഷ്യൽ നെർവിന്റെ ഡാമേജ് ആണ്. സോ അതിന്റെ എക്സ്റ്റൻഷൻ എത്രമാത്രം ഉണ്ട്, ഡാമേജിന്റെ എക്സ്റ്റൻഷൻ എത്രമാത്രം ഉണ്ട് എന്നറിയാനായിട്ട് ഇലക്ട്രോമയോഗ്രാഫിയും ചെയ്യാറുണ്ട്. അടുത്തതായിട്ട് ട്രീറ്റ്മെന്റ് ആണ്. എന്തൊക്കെ മെഡിക്കേഷൻസ് ആണ് ബെൽസ് പാൽസിയിൽ ഉപയോഗിക്കുക എന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ കണ്ടു ഫേഷ്യൽ നെർവിന് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനോ അല്ലെങ്കിൽ കംപ്രഷനോ കൊണ്ടാണ് ഈ ഒരു കണ്ടീഷൻ വരുന്നത്. അതുകൊണ്ട് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ടുള്ള കോർട്ടിക്കോസ്റ്റെറോയിഡ് ആണ് ഒന്നാമത്തെ മെഡിക്കേഷൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക. രണ്ടാമതായിട്ട് എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടാണ് ഇത് ഉണ്ടായിട്ടുള്ളതെങ്കിൽ ആന്റിവൈറൽ തെറാപ്പി നമ്മൾ കൊടുക്കാറുണ്ട്. പെയിൻ മാനേജ്മെന്റിന് വേണ്ടി അനാൽജസിക്സും കൊടുക്കാറുണ്ട്. ഇത് കൂടാതെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഐ പ്രൊട്ടക്ഷൻ ആണ്. നമ്മൾ ഓൾറെഡി കണ്ടു ആ അഫക്റ്റഡ് ഏരിയയിലുള്ള ഐ ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കോൺസ്റ്റന്റ്ലി ഓപ്പൺ ആയിട്ടുള്ള ഐ ഡ്രൈനെസ്സും കോർണിയൽ ഡാമേജും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ടിയേഴ്സ് ഡേ ടൈമിലും നൈറ്റിൽ ഐ ഓയിൻമെന്റ്സും കൊടുക്കാറുണ്ട്. രാത്രി ഉറങ്ങുന്ന സമയത്ത് ഐ പ്രൊട്ടക്ഷൻ പാഡ്സും യൂസ് ചെയ്യാറുണ്ട്. അടുത്തതായിട്ട് ബെൽസ് പാൽസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എൻക്ലെക്സാറൻ ക്വസ്റ്റ്യൻ നോക്കാം. എ നഴ്സ് ഈസ് കെയറിംഗ് ഫോർ എ ക്ലയന്റ് ന്യൂലി ഡയഗ്നോസ്ഡ് വിത്ത് ബെൽസ് പാൽസി. വിച്ച് നഴ്സിംഗ് ഇന്റർവെൻഷൻ ഷുഡ് ടേക്ക് പ്രയോറിറ്റി? ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രൊവൈഡ് എ സോഫ്റ്റ് ഡയറ്റ്. 2 ടീച്ച് ഫേഷ്യൽ മസാജ് ടെക്നിക്സ്. 3 അപ്ലൈ ആർട്ടിഫിഷ്യൽ ടിയേഴ്സ് ആൻഡ് ഐ പ്രൊട്ടക്ഷൻ. 4 അഡ്മിനിസ്റ്റർ പ്രിസ്ക്രൈബ്ഡ് ആന്റിവൈറൽ മെഡിക്കേഷൻസ്. ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഈ 4 ഓപ്ഷൻസും ബെൽസ് പാൽസിയുടെ ട്രീറ്റ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്തത് തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ചോദ്യം പ്രയോറിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അങ്ങനെ തിങ്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓപ്ഷൻ നമ്പർ C ഒന്ന് നോക്കിയേ. ആർട്ടിഫിഷ്യൽ ടിയേഴ്സ് ആൻഡ് ഐ പ്രൊട്ടക്ഷൻ ആണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും അത് തന്നെയാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ബെൽസ് പാൽസി ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വേറൊരു എൻക്ലെക്സാറൻ ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. NITOS Academy, India's #1 language academy.